ആ സംഭവ സ്ഥലത്ത് മകസർ ഇങ്ങനെ എഴുതുന്ന സമയത്ത് കട്ടിലിനടിയിൽ രക്തത്തിൽ കുളിഞ്ഞ ഒരു കത്തിയിരിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു തൊണ്ടി മുതൽ ഹാജരാക്കി കത്തി. പോലീസ് ചോദിച്ചു, ഈ കത്തി എന്താ ഇവിടെ ഇരിക്കണേ? ആ കത്തിക്ക് മൂർച്ചയില്ല. അടുക്കളയിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് കത്തി ഇങ്ങനെ നോക്കിയപ്പോ, വെട്ടാൻ നോക്കിയപ്പോ മൂർച്ചയില്ല. ആ കത്തി പതുക്കെ നിലത്ത് വെച്ചു. എന്നിട്ട് 3 വീട് അപ്പുറത്ത് പോയിട്ട് കത്തി വാങ്ങിക്കൊണ്ടുവന്ന് 6 വെട്ട് ആഞ്ഞാഞ്ഞ് വെട്ടി വെറും 34 കിലോ മാത്രം തൂക്കമുള്ള അർബുദത്തിന് സർജറി നടത്തി വന്ന് കിടന്നുറങ്ങുന്ന അവസാനത്തെ 1 പവന്റെ സ്വർണവും വിറ്റ് DADS സെന്ററിൽ കൊണ്ടാക്കി അവസാനത്തെ പ്രതീക്ഷ കൊടുത്ത ആ പേറ്റുനോവിനെയാണ് ഒരു മകൻ ലഹരിയുടെ ഉന്മാത്ത വേളയിൽ 6 വെട്ടുകൾ വെട്ടി കൊന്നുകളഞ്ഞു. അത് ഈ സാക്ഷര കേരളം ഏറ്റെടുത്തു. മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. വലിയ വാർത്തയായി, ചർച്ചകളായി. ഈ മകന്റെ സ്റ്റേറ്റ്മെന്റുകൾ പല വേദികളിലും പലരും ഏറ്റുപറഞ്ഞു. വാർത്തകൾ നിറഞ്ഞു നിന്നു, റീൽസുകളിൽ നിറഞ്ഞു നിന്നു. ഇനിയൊരു മകനും ഒരമ്മയ്ക്ക് നേരെ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യരുത് എന്ന്, ഇത് ഞാൻ ഈ വാർത്ത കേൾക്കരുത് എന്ന് പറഞ്ഞ് ആശിച്ച സമയത്താണ് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട്ടിൽ അഫാൻ എന്ന് പറയുന്ന 22 വയസ്സുകാരൻ 16 മണിക്കൂറിനുള്ളിൽ ഒരു മോട്ടോർ സൈക്കിൾ അകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് പേരൂർ കടയിൽ പോയിട്ട് ഒരു ഇരുമ്പ് ചുറ്റിയും കൈവശപ്പെടുത്തി അവനൊരു പേപ്പറകത്ത് എഴുതി ചേർത്ത 6 പേരുകളിൽ 5ാമതൊരുള്ള അമ്മയായിരുന്നു. 5ാമതുള്ള അമ്മയായിരുന്നു. ആ 4:25 മണി സമയത്ത് കിടന്നുറങ്ങുന്ന കട്ടിലിൽ ഷാള് പിടിച്ച് വലിച്ച് നിലത്തടിച്ച് ആഞ്ഞാഞ്ഞടിച്ചു. ആ തലയ്ക്ക് ചെറുതും വലുതുമായ 45ഓളം പൊട്ടലുകൾ പൊട്ടിപ്പോയി. ആ തലയൊട്ടി 16 ദിവസം തീവ്രപരിചഭാഗത്തിനകത്ത് ജീവനും മരണത്തിനും ഇടയിൽ ആ അമ്മ ജീവിച്ചിരുന്നു. എന്തിനാ ജീവിച്ചെന്നറിയാമോ? ഞങ്ങൾ പോലീസുകാര് ഈ മരണമൊഴി എടുക്കാനും അതുപോലെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനൊക്കെ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. എന്ന്, എപ്പോൾ, എവിടെ, ആര്, എങ്ങനെ എന്നൊക്കെ ചോദിക്കും. അതിനകത്ത് ഒരു ചോദ്യത്തിന് മാത്രം ഈ ഉമ്മ അന്നും ഇന്നും ഉത്തരം പറഞ്ഞിട്ടില്ല. ആര്? ഈ അമ്മ പറഞ്ഞിട്ടില്ല. ഈ ഉമ്മ പറയാണ്, ഞാൻ കട്ടിൽ നിലത്ത് വീണാണെന്ന്. ഞാൻ കട്ടിൽ നിലത്ത് വീണതാണ്.